ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വിഷ്ണു ശാലിനിയെ കാണാൻ കുടുംബശ്രീ ഹോട്ടലിലേക്ക് വന്നിരിക്കുകയാണ്. രണ്ടുപേരും അച്ഛൻ്റെ കണ്ണ് വെട്ടിച്ച് കുടുംബശ്രീ ഹോട്ടലിൽ നിന്നാണ് സംസാരിക്കുന്നത്. വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നു, എല്ലാം തുറന്നു പറയണം എന്നാണ് രണ്ടുപേരുടെയും മനസ്സിൽ ഇപ്പോഴുള്ളത്. എന്നാൽ അവിടേക്ക് വന്നപ്പോൾ ശാലിനിയുടെ ആ ഫോർമാലിറ്റീസ് കാണുമ്പോൾ വിഷ്ണു ദേഷ്യത്തോടെ പറയുന്നു, ഇങ്ങനെ ഫോർമാലിറ്റീസിൽ സംസാരിക്കുന്ന ശാലിനി മേഡത്തിനെ കാണാനല്ല ഞാൻ വന്നത്. പണ്ട് പകൽ ഒരു പൂമഴയിൽ ആദ്യമായി ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ട എൻ്റെ ശാലിനിയെ കാണാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ ആ പഴയ കാലം ഓർക്കുകയാണ്. ആദ്യമായി വിഷ്ണു ശാലിനിയെ കണ്ട നിമിഷം. ആദ്യ മാത്രയിൽ വിഷ്ണുവിന് ശാലിനിയെ ഇഷ്ടപ്പെട്ടു. പിന്നെ അടികൂടിയും വഴക്കു കൂടിയും കണ്ടും കാണാതെയും കൊണ്ടും കൊടുത്തും പ്രണയിച്ചു നടന്നതും ഒരു കാലമുണ്ടായിരുന്നു. അന്നത്തെ ശാലിനിയെ വീണ്ടും കാണാൻ കുറിച്ചിട്ടാണ് ഞാൻ വന്നത്. പിന്നെ ഒരു കാലത്ത് വിഷ്ണു വിവാഹം കഴിച്ച ഒരു ശാലിനിയുണ്ട്. സുഖത്തിലും ദുഃഖത്തിലും എൻ്റെ കയ്യിൽ നിന്ന് പിടിവിടാതെ ഒപ്പം നടന്ന എൻ്റെ ഭാര്യയായ ശാലിനി. എനിക്ക് അവളോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. അതിനാണ് ഞാനിപ്പോൾ വന്നത്. അതിന് സമ്മതമാണെങ്കിൽ മാത്രം ഞാൻ അകത്തേക്ക് വരും, അല്ലെങ്കിൽ ഇപ്പോഴേ തിരിച്ചു പോവുകയാണ് ഞാനിന്ന്. സങ്കടത്തോടെ വിഷ്ണു പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, അകത്തേക്ക് വാ. അങ്ങനെ വിഷ്ണു അകത്തേക്ക് പോകുന്നു. തൊട്ട് പിന്നാലെ ശാലിനിയും പോകുന്നു. പണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും തന്നെ കാണാൻ ഒരുപാട് തവണ ഇവിടെ വന്നത് ഓർമ്മ കാണും. ഇപ്പോൾ രാത്രി ആയതുകൊണ്ടും ചായ ചോദിക്കുന്നില്ല. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തരാൻ പറ്റുമോ എന്ന് വിഷ്ണു ചോദിക്കുന്നു. ശാലിനി അതിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കുകയാണ് വിഷ്ണുവിന്. എന്നാൽ ആ വെള്ളം കൊടുക്കുമ്പോൾ വലത് കൈ കൊണ്ട് വാങ്ങാൻ തുടങ്ങുകയായിരുന്നു. പെട്ടെന്ന് കൈ നീറ്റൽ കാരണം വെള്ളം കുറച്ച് താഴെ പോകുന്നു. പെട്ടെന്ന് വിഷ്ണു അത് ഇടത് കൈ കൊണ്ട് വാങ്ങിച്ചു. ശാലിനിക്ക് എന്തോ ഒന്ന് മനസ്സിലാകുന്നുണ്ട്. വിഷ്ണുവിൻ്റെ ആ വലത് കൈയിൽ കർപ്പൂരം പൊള്ളിയിരിക്കുകയാണ്. താൻ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ എന്ന് വിഷ്ണു ചോദിക്കുന്നു. ശാലിനിയാണെങ്കിൽ ആ കൈയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. തനിക്കെന്താ ഒരു പ്രതികരണവും ഇല്ലേ? ഒരു വാക്ക് മിണ്ടുന്നതുമില്ല. എനിക്ക് വിഷ്ണു പറയുമ്പോൾ ശാലിനി വിഷ്ണുവിൻ്റെ കൈയിലേക്ക് പിടിച്ചു. എന്നിട്ട് ആ കൈ നോക്കുകയാണ്. അപ്പോൾ ഇതാണ് സ്വയം കത്തി ദീപാരാധന നടത്തിയതിൻ്റെ മുറിപ്പാട്. പൊന്നി വിളിച്ചു പറഞ്ഞിരുന്നു എന്ന് ശാലിനി പറയുന്നു. വിഷ്ണു ആ കൈ ഇപ്പോൾ എടുത്തു മാറ്റുന്നു. ചില പുരുഷന്മാരുടെ ജന്മവിധി അങ്ങനെയാണ്. ഭാര്യയ്ക്കും പെറ്റമ്മയ്ക്കും ഇടയിൽ കിടന്നുള്ള പൊള്ളലേറ്റുള്ള ആ ഒരു സന്ദർഭം. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ന്യായങ്ങളൊക്കെ കാണും. നടുക്ക് നിൽക്കുന്ന പുരുഷനും മെഴുകുതിരി പോലെ സ്വയം മുരുകാനേ സാധിക്കൂ. ഇല്ല വിഷ്ണുവേട്ടാ, ഇനി ഇങ്ങനെ സ്വയം മുരുകാൻ ഞാൻ സമ്മതിക്കില്ല. ഇന്ന് പകൽ എൻ്റെ അമ്മ എന്നോട് ചിലത് പറഞ്ഞു, പരമമായ ചില സത്യങ്ങൾ. സത്യാമ്മയും ശാരദാമ്മയും എന്നും എൻ്റെ സ്വന്തം അമ്മമാർ തന്നെയാണ്. ഒരു പക്ഷേ എൻ്റെ ചില തെറ്റായ നയങ്ങളും തീരുമാനങ്ങളുമാണ് നമ്മുടെ ജീവിതം തകിടം മറിച്ചതെന്ന് തോന്നുന്നു. എനിക്ക് അത് ഇനിയെങ്കിലും ഒന്ന് തിരുത്തണമെന്നും അത് വിഷ്ണുവേട്ടൻ വരുമ്പോൾ തുറന്ന് പറയാനാണ് ഞാൻ കാത്തിരുന്നത്. ഇന്നത്തെ ശാലിനി തെറ്റാണ്, എനിക്കത് തിരുത്തണം എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ശാലിനി പറയുന്നു. അപ്പോഴേ പച്ച മാംസം കത്തിയ ഈ ത്യാഗത്തിന് പരിഹാരമാകൂ എന്ന് പറഞ്ഞ് ശാലിനി ആ കവിളിൽ ചേർത്ത് പിടിക്കുകയാണ് ആ കൈ. വിഷ്ണു പറയുന്നു, താനിപ്പോൾ കവിളിൽ ചേർത്ത് പിടിച്ച ഈ പാട് ഒരിക്കലും മായരുത് എന്നാണിപ്പോഴും എൻ്റെ ആഗ്രഹം. കാരണം താൻ സ്വയം മാത്രമല്ല, ഇപ്പോൾ ഞാനും തെറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു വലിയ പാപഭാരം എൻ്റെ ഉള്ളിലുണ്ട്. ഈ സമയത്താണ് ഗോപാലകൃഷ്ണൻ പുറത്തേക്ക് വരുന്നത്. പുറത്തേക്ക് വരുമ്പോൾ കുടുംബശ്രീ ഹോട്ടൽ തുറന്നു കിടക്കുന്നത് കാണുന്നു. ഷെടാ ശാരദ, ഇതെന്താ ഹോട്ടൽ തുറന്ന് മലർത്തി ഇട്ടിരിക്കുന്നത്? ലൈറ്റും അണച്ചിട്ടില്ലല്ലോ. അപ്പോഴാണ് പുറത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു ജീപ്പ് കിടക്കുന്നത് കാണുന്നത്. ഇവനിത് എപ്പോൾ വന്നോ എന്ന് ഗോപാലകൃഷ്ണൻ വിചാരിക്കുന്നുണ്ട്. ഇതങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ എന്ന് ഗോപാലകൃഷ്ണൻ വിചാരിക്കുന്നുണ്ട്. ഇതേ സമയം വിഷ്ണു ശാലിനിയോട് പറയുന്നു, വീണ്ടും ഒരു വിവാഹം കഴിച്ച് ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു എന്ന് നിങ്ങൾ കരുതുന്ന വലിയൊരു തെറ്റ്, അത് തിരുത്തി പറയാനും ക്ഷമ ചോദിക്കാനും കൂടിയാണ് ഞാൻ നിന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടത്. തിരുത്തി പറയാനോ എന്ന് പറഞ്ഞാൽ എന്ന് ശാലിനി ചോദിക്കുന്നു. ഇതേ സമയത്താണ് ഗോപാലകൃഷ്ണൻ അവിടേക്ക് വരുന്നത്. അതെ, കാർത്തിക എന്ന് പറയുന്ന അത്രയും പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ അവിടെ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശാലിനിക്ക് അത് കേൾക്കാനും സാധിച്ചില്ല. അല്ല, ഇതാര്? സത്യഭാമയുടെ സൽപുത്രൻ എന്താ പാത്തും പതുങ്ങിയും ചായക്കടയ്ക്കകത്ത്? ഇനി അർദ്ധരാത്രി മോനൊരു ചായ കുടിക്കണമെന്ന് തോന്നി കുടുംബശ്രീ ഹോട്ടൽ തേടി വന്നതാണെങ്കിൽ ഇവൾ ഇടുന്ന ചായയേക്കാൾ മെച്ചം ശാരദ ഇടുന്ന ചായയാണ്. നല്ല കൈപുണ്യമുള്ള ചായയാണ്. ഞാൻ വിളിക്കാം ശാരദയെ എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ വിളിക്കുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, അയ്യോ അച്ഛാ, അത് വിഷ്ണുവേട്ടൻ എന്നോടൊരു കാര്യം. ഇത്രയും പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടരുത്. എന്ത് കാര്യം പറയാൻ? ഇരുട്ടിൻ്റെ മറവിൽ വന്നാണോടി കാര്യങ്ങളൊക്കെ പറയുന്നത്? നാലാൾ കൂടുമ്പോൾ ഇവൻ്റെ നാവെന്താ തൊണ്ടയ്ക്കകത്ത് കുടുങ്ങിപ്പോവോ? നിന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയപ്പോൾ ഇവൻ്റെ നാവെന്താ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിരിക്കുകയായിരുന്നോ? അപ്പോൾ കണ്ടില്ലല്ലോ ഈ കാര്യം പറച്ചിലൊന്നും.
അല്ല മോനെ, എന്താ നിന്റെ ഉദ്ദേശം? വിവാഹബന്ധം വേർപ്പെടുത്തി ഭർത്താവുമായി പിണങ്ങി നിൽക്കുന്ന ഒരു പെണ്ണിന്റെ വീട്ടിൽ ഒരു ജാരനെ പോലെ വന്നിട്ട് അവൾക്കൊരു ദുഷ്പേരുമുണ്ടാക്കി ഡിവോഴ്സ് പെറ്റീഷൻ മൂവ് ചെയ്യാൻ നിന്റെ അമ്മ പറഞ്ഞു വിട്ടതാണോ ഇത്? അല്ല സത്യഭാമയുടെ അടുത്ത കളി എന്നൊക്കെ ഗോപാലകൃഷ്ണൻ ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നു, അച്ഛാ ഇപ്പോൾ ഇതൊന്നും പറയരുത്, ഇല്ലാത്തത് പറയരുത് എന്നൊക്കെ പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, ഇല്ലാത്തതല്ലടി, ഉള്ളതാ ഞാൻ പറഞ്ഞത്. ഇവനും ഇവന്റെ അമ്മയ്ക്കും ഒരേ മനസ്സാ. പണ്ട് പലിശയ്ക്ക് കടം കൊടുക്കുമ്പോൾ പലിശ കൊടുക്കാത്തവരെ അടിക്കാനും കൊല്ലാനും സത്യഭാമ പറഞ്ഞു വിട്ടത് ഇവനെയായിരുന്നു. ഇപ്പോൾ ഈ വരവേ നിന്നെ നശിപ്പിക്കാനാ. അങ്ങനെയല്ല എങ്കിൽ നിന്നെക്കുറിച്ച് ഇല്ലാ കഥകളൊക്കെ നിന്റെ അമ്മ വിളിച്ചു പറഞ്ഞപ്പോൾ അപ്പോഴൊന്നും കണ്ടില്ലല്ലോ ഇവന് നിന്നോടുള്ള അടുപ്പവും പറച്ചിലും. ഇപ്പോഴേ ആരെയും മറിക്കാതുള്ള വരവിന്റെയും കാണലിന്റെയും ഉദ്ദേശം ചതിയാണ്, നിന്നെ പെടുത്താനുള്ള അമ്മയുടെയും മകന്റെയും കളി. അതിൽ നീ വീണു പോവരുത്. വീണു പോയാൽ നിനക്ക് പിന്നെ നിന്റെ ജീവിതം ഒരിക്കലും തിരിച്ചു പിടിക്കാൻ സാധിക്കത്തില്ല. ഞാനേ കൂടുതലൊന്നും പറയുന്നില്ല. എൻ്റെ മോള് ഒരു നാൾ നിന്റെ മുന്നിൽ തലകുനിച്ച് തന്നു താലി കെട്ടാനായിട്ട്. പക്ഷേ സ്വന്തം തള്ളയുടെ വാക്ക് കേട്ട് ആ താലി വലിച്ചു പൊട്ടിച്ച് കളയാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നിന്നാണ് വിഷ്ണു, നിന്റെ ആ കൈ ഞാനിങ്ങ് വെട്ടിയെടുക്കുമെന്ന് പറയുമ്പോൾ അച്ചായനെ ദേഷ്യത്തോടെ വിളിക്കുകയാണ് ശാലിനി. ഇത്രയും കേട്ടിട്ടും വിഷ്ണു ഒന്നും മറുപടി പറയുന്നില്ല. വിഷ്ണു ഏട്ടാ എന്ന് ശാലിനി വിളിക്കുന്നു. വിഷ്ണു അവിടുന്ന് പോകാൻ തുടങ്ങിയപ്പോൾ വിഷ്ണുവിന്റെ കയ്യിലേക്ക് പിടിക്കുകയാണ് ശാലിനി. വിഷ്ണു ഏട്ടാ എന്ന് പറഞ്ഞ് ശാലിനി വിഷ്ണുവിന്റെ കയ്യിൽ പിടിച്ച് കരയുമ്പോൾ ആ കൈ തട്ടി മാറ്റിയിട്ട് വിഷ്ണു അവിടെ നിന്ന് പോകുന്നു. ഒന്നും മിണ്ടാതെ തന്നെ പോകുന്നു. ദേഷ്യത്തോടെ ഗോപാലകൃഷ്ണനും പോകുന്നുണ്ട്. അങ്ങനെ ജീപ്പും എടുത്ത് വിഷ്ണു അവിടെ നിന്ന് പോയി. അത്രയൊക്കെ പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണനും പോകുന്നു. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ശാലിനി. കാരണം വിഷ്ണു എല്ലാ സത്യങ്ങളും പറയാൻ തുടങ്ങിയതായിരുന്നു. ഗോപാലകൃഷ്ണൻ വന്നതുകൊണ്ട് മാത്രമാണ് ആ സത്യം മനസ്സിലാക്കാൻ കഴിയാതെ വന്നത്. വിഷ്ണു പോകുന്ന വഴി ഗോപാലകൃഷ്ണൻ പറഞ്ഞ ഓരോ വാക്കുകളുമാണ് ആലോചിക്കുന്നത്. ഇതേസമയം ശാലിനി ആ കുടുംബശ്രീ ഹോട്ടലിൽ ഇരുന്ന് പൊട്ടിക്കരയുകയാണ്. ശേഷം കാണിക്കുന്നത് കടൽ തീരത്ത് കടപ്പുറത്തുകൂടി നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ജയശങ്കർ. ഒരാൾ ജയശങ്കറിനെ ഒന്ന് വന്ന് തട്ടിയിട്ട് പറയുന്നുണ്ട്, ക്ഷമിക്കേണ്ട, അറിയാതെ വന്ന് തട്ടിയതല്ല, അറിഞ്ഞോണ്ട് തട്ടിയതാണ്. ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് ജയശങ്കർ ഒന്ന് മിണ്ടാതെ പോകുന്നു. അവർ രണ്ടുപേരും ഇപ്പോൾ പിന്നാലെ വരുന്നുണ്ട്. മറ്റൊരാൾ മുന്നിൽ കൂടിയും വന്നു. അയാളും ജയശങ്കറിനെ ഒന്ന് തട്ടി. ക്ഷമിച്ചേക്ക്, ഇത് അറിഞ്ഞോണ്ട് തന്നെയാണെന്ന് അയാൾ പറയുന്നു. മറ്റൊരാളും അവിടേക്ക് വരുന്നു. എടാ എന്താടാ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? സൈസ് ഇറക്കാൻ വന്നതാണോ എന്നൊക്കെ മറ്റൊരാൾ ചോദിക്കുന്നു. പറയടാ, എന്താണ് നിന്റെ ഉദ്ദേശം എന്നൊക്കെ അവരൊക്കെ ചോദിക്കുന്നു. എന്താ ഏട്ടാ വെറുതെ മെക്കിട്ട് കയറുന്നത് എന്തിനാ എന്ന് ജയശങ്കർ ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട്, മെക്കിട്ട് കയറിയാൽ നീ എന്ത് ചെയ്യുവടാ, പറയടാ, എടാ പറയാൻ എന്നൊക്കെ പറയുന്നു. അവിടേക്കാണ് പീറ്ററിന്റെ വരവ്. എന്തുവാടാ ഇത്? സാറിനെ കണ്ടാൽ അറിയില്ലേ സാർ ഒരു മാന്യനാണെന്ന്? പിന്നെ നമ്മളെന്തിനാ നമ്മുടെ സ്വഭാവം കാണിക്കുന്നത്? സാറ് പറ സാറേ, സാറെന്തിനാ ഇവിടെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നത് എന്ന് അവർ ചോദിക്കുമ്പോൾ ജയശങ്കർ പറയുന്നു, ഇത് കടപ്പുറമല്ലേ, അല്ലാതെ ആരുടെയും തറവാട്ട് സ്വത്തൊന്നും അല്ലല്ലോ. അങ്ങനെ പറഞ്ഞ് ജയശങ്കർ പോകാൻ തുടങ്ങിയപ്പോൾ പീറ്റർ പിടിച്ചു നിർത്തിയിട്ട് പറയുന്നു, അങ്ങനെയങ്ങ് പോയാലോ? നിക്ക്, സാർ അല്പം ചൊറയാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ചൊറിഞ്ഞാൽ സാറിന്റെ ഉള്ളങ്ങ് തുറന്ന് കാണിക്കും. നമ്മൾ ചൂരയുടെ ചെകിട പൊളിച്ച് കാണിക്കില്ലേ, ആ ഒരു കലാപരിപാടി ഇവിടെ എടുക്കേണ്ടി വരും. അങ്ങനെ ഇപ്പോൾ ജയശങ്കറിനെ അടിക്കാൻ തുടങ്ങുകയാണ് അവർ. അവിടെ നിൽക്കി, എവിടെ പോകുന്നു എന്നൊക്കെ ജയശങ്കറോട് രക്ഷപ്പെടാൻ തുടങ്ങിയപ്പോൾ അവർ പറയുന്നുണ്ട്. നിങ്ങളൊക്കെ ആരായെന്ന് ജയശങ്കർ. സാറ് കുറച്ച് മുന്നേ ചോദിച്ചില്ലേ കടപ്പുറം തറവാട്ട് വക സ്വത്താണോ എന്ന്? ഞങ്ങളുടെ സ്വത്താണ് ഈ കടപ്പുറം. ഞങ്ങളെ പെറ്റിട്ടതേ ഈ കടപ്പുറത്താണ്. അതുകൊണ്ട് ഇവിടെ ചത്ത് വീണാലും ഞങ്ങൾക്ക് സന്തോഷമാണെന്ന് പറയുന്നു. നിങ്ങൾക്ക് ആള് തെറ്റിയെന്ന് തോന്നുന്നു എന്ന് ജയശങ്കർ പറയുമ്പോൾ അയാൾ പറയുന്നു, തെറ്റിയത് സാറിനാണ് സാറേ. ഇല്ലെങ്കിൽ ആ പാവം പിടിച്ച ശാലിനി മേഡത്തെ കണ്ണുനീരിലാക്കാനായിട്ട് നീ ഇങ്ങനെ നാട്ടുകളി കളിക്കുമായിരുന്നോ? നിങ്ങൾ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ജയശങ്കർ. നിങ്ങളങ്ങോട്ട് മാറി നിൽക്ക്, ഇവനെ ഇനി 2 മോന്തക്കിട്ട് പൊടിച്ചിട്ടേ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ശരിയാകൂ എന്ന് മറ്റൊരാൾ പറയുന്നുണ്ട്. നീ ആരാടാ? എടാ ഇത് കടപ്പുറമാണ്, കുത്തിക്കൊടൽ എടുത്ത് കളയുമെന്നൊക്കെ അവർ പറയുകയും ജയശങ്കറിന്റെ ഷർട്ടിനെ കുത്തിപ്പിടിക്കുകയും ചെയ്യുന്നു. വീട് മജീദെ, അത് സാറിന്റെ ഇറച്ചിയിൽ മണ്ണ് പറ്റാതെ നോക്കാൻ സാറിനെ നന്നായിട്ട് അറിയാമെന്നേ. പറ സാറേ, സാർ എന്തിനാ ആ കാർത്തിക കൊച്ചിനെ അറിയില്ലെന്ന് പറഞ്ഞത്? ഏത് ഇരണം കിട്ടവൻ പറഞ്ഞിട്ടാ? പറയടാ എന്ന് പറഞ്ഞ് ജയശങ്കറിന്റെ കരണ തടിച്ചു. പിന്നെ മടിക്കാൻ തുടങ്ങിയപ്പോൾ ജയശങ്കർ പറയുന്നു, അത് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകണ്ട എന്ന് കരുതി ഞാൻ അങ്ങനെ പറഞ്ഞതാ. മജീദെ, നീ വള്ളവിറക്ക്, ഇവനെ കടലിൽ കൊണ്ടുപോയി കുറച്ച് കാറ്റ് കൊള്ളിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് പീറ്റർ ജയശങ്കറിനെ ഭീഷണിപ്പെടുത്തുന്നു. ഇവന്റെ ചീഞ്ഞ് നാറിയ സ്വഭാവത്തിന് അവിടെ വച്ചടിക്കുന്നതായിരിക്കും നല്ലത്. കാറ്റ് കൊള്ളാനും കടലിൽ നല്ലതാ എന്നൊക്കെ പറയുമ്പോൾ ജയശങ്കർ പറയുന്നു, അയ്യോ വേണ്ട, ഞാൻ പറയാം. അത് മധുശ്രീ എന്ന് പറയുന്നവൾ എനിക്ക് കുറച്ച് കാശ് തന്നോ. അത് കഴിഞ്ഞ് കാർത്തികയെ അറിയില്ലെന്ന് പറയാൻ പറഞ്ഞു. കാർത്തികയെ തിരക്കി നടന്ന്
കുറച്ച് കാശ് പോയത് കൊണ്ട് കുറച്ച് കിട്ടിയ കാശ് ഞാനങ്ങ് വാങ്ങിച്ചു. നീ അവളെ കെട്ടാൻ വന്നവനല്ലേ, പിന്നെന്തിനാ നിന്നെ കെട്ടാതെ അവള് പോയതല്ലേ, നീ എന്തിനാ പിന്നെ അവളെ തിരക്കി നടന്നത്? അവള് തിരക്കി നടക്കാൻ അവളുടെ അച്ഛനും അമ്മയും ഇല്ലേ എന്ന് ചോദിക്കുന്നു. പറയടാ, എനിക്ക് ചോദിക്കുമ്പോൾ ജയശങ്കർ ചോദിക്കുന്നുണ്ട് അച്ഛനും അമ്മയും ഉണ്ടെന്ന്. അവർക്കറിയില്ല ഇവള് ഇറങ്ങിപ്പോയ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ജയശങ്കർ പറയുന്നു അറിയാം, പക്ഷേ എവിടെയാണെന്ന് അറിയില്ല. അവൾ എവിടെയാണെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുകയാണ് അവർ. ഇങ്ങനെയുള്ള മക്കൾ ഉണ്ടെങ്കിൽ വിഷമിച്ചിരിക്കുകയല്ല വേണ്ടത്, വിഷം വാങ്ങി തിന്നുകയാ വേണ്ടത്. മജീദെ, ഇവന്റെ കയ്യിൽ നിന്ന് ഫോൺ നമ്പരും ആ കൊച്ചിന്റെ അച്ഛന്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എഴുതി വാങ്ങിച്ചിട്ട് കടലിൽ കൊണ്ടുപോയി കളാ എന്ന് പറഞ്ഞ് ജയശങ്കറിനെ അവർ വീണ്ടും തല്ലി. ആകെ ഭയന്ന് നിൽക്കുകയാണ് ജയശങ്കർ. എല്ലാവരെയും ടെൻഷനോടെ നോക്കുന്നു. പിന്നീട് കാണിക്കുന്നത് കാർത്തിക ഒന്നും അറിയാതെ വളരെ സന്തോഷത്തിൽ തന്നെ ക്യൂടെക്സ് ഒക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ വിഷ്ണു അവിടേക്ക് വരുന്നു. പാട്ടൊക്കെ പാടിയാണ് ഇങ്ങനെ ഇരിക്കുന്നത് കാർത്തിക. വിഷ്ണു അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് കാർത്തികയെ ഒന്നിങ്ങനെ നോക്കി. വിഷ്ണുവിനെ കണ്ട കാർത്തിക പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റപ്പോൾ ഒരു പുഞ്ചിരിയോടെ അവിടെ നിന്നിട്ട് വിഷ്ണു പറയുന്നു, വേണ്ട വേണ്ട, അവിടെ ഇരുന്നോ കുഴപ്പമില്ലെന്നേ. മറ്റൊരു കസേരയിൽ വിഷ്ണു ഇരുന്നു. ഹർഷിനെ ഓർമ്മിച്ചിരിക്കുകയായിരിക്കും അല്ലേ എന്ന് വിഷ്ണു. അല്ല, നല്ല സന്തോഷത്തിലാണല്ലോ, മൂളിപ്പാട്ടൊക്കെ പാടി വേറൊരു ലോകത്ത് എന്നൊക്കെ പറയുമ്പോൾ അതെ എന്ന് കാർത്തിക. അല്ല, കുറേ നാളായല്ലോ അയാൾ വരും, തന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട്. ദിവസങ്ങൾ ഒരുപാടായല്ലോ. എന്താണ് തനിക്കൊരു ഒളിച്ചുകളി എന്നൊക്കെ വിഷ്ണു. ഒളിച്ചുകളിയൊന്നുമില്ല, കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഹർഷനെ ഫോണിൽ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഒന്നും അറിയാൻ കഴിയാത്തത്. അതെന്തായാലും സാരമില്ല, ചിലപ്പോൾ ഇപ്പോൾ കിട്ടിയേക്കാം, താനൊന്ന് വിളിക്കുക, ഞാനൊന്ന് കാണട്ടെ എന്ന് വിഷ്ണു. അതിപ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഒരു പരിങ്ങലോടെ കാർത്തിക നിൽക്കുമ്പോൾ എന്തേ ഫോണിൽ ബാലൻസ് ഇല്ലേ, അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ നിന്ന് വിളിക്കേ, എനിക്ക് ഒരുപാട് ബാലൻസ് ഉണ്ടെന്ന് വിഷ്ണു. വേണ്ട, ഞാൻ വിളിച്ചോളാം എന്ന് കാർത്തിക. എനിക്കും അയാളോട് സംസാരിക്കാൻ താല്പര്യമുണ്ടെന്ന് വിഷ്ണു. അങ്ങനെ കാർത്തിക ഹർഷിനെ വിളിക്കുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് കാർത്തിക പറയുന്നു. എന്നാ പിന്നെ സാരമില്ല, നമുക്ക് കുറച്ച് കഴിഞ്ഞ് ശ്രമിച്ചു നോക്കാമെന്ന് വിഷ്ണു. അങ്ങനെ വിഷ്ണു അവിടുന്ന് പോകാൻ തുടങ്ങിയപ്പോൾ പറയുന്നുണ്ട്, ഹർഷിന്റെ ഫോട്ടോ തൻ്റെ കയ്യിൽ കാണുമോ എന്ന്, അതൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ആള് എങ്ങനെയുണ്ടെന്ന് അറിയാലോ എന്ന് പറയുമ്പോൾ കാർത്തിക പറയുന്നു, അത് എൻ്റെ ഫോണിൽ ഫോട്ടോസ് ഒന്നും ഇല്ല, ഞങ്ങൾ അങ്ങനെ ഫോട്ടോയൊന്നും എടുക്കാറില്ല. അത് ശരി, കഷ്ടമായി. എന്തായാലും സാരമില്ല, ഫോണിൽ കിട്ടുമ്പോൾ ഞാൻ തന്നെ ഹർഷനോട് നേരിട്ട് പറഞ്ഞോളാം 1-2 ഫോട്ടോസ് അയക്കാൻ. അപ്പോൾ മൂളിപ്പാട്ടും സന്തോഷമൊക്കെ നടക്കട്ടെ, ഇരുന്ന് മൂളിക്കോ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു പോകുന്നു. ടെൻഷനോടെ ഇരിക്കുകയാണ് കാർത്തിക. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.